വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹമാണ് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചെറിയ സന്ദേശം ഇതാണ്: നാം ദൈവത്തിൻ്റെ എല്ലാ നിറവിലും നാം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ, സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ യേശുവിനെ എഴുതിയിരിക്കുന്നു. അതേപോലെ എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നു. ആ നിറവിൽ നാം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരോഗ്യപരമായി നാം നിറവിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സൗഖ്യമായിട്ട് ഞാൻ സൗഖ്യം ലഭിച്ചെന്ന് പറയാനിരിക്കരുത്. വീക്ക് സേ ആം സ്ട്രോങ്, പൂർ സേ ആം റിച്ച്. സമ്പന്നനായിട്ട് സമ്പന്നനെന്ന് പറയാനിരിക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങളിൽ വിളിച്ചുകൊണ്ട് വിശ്വാസത്തിൽ, പ്രത്യാശയിൽ, ആത്മീയമായി, ഭൗതികമായി ഞാൻ സമ്പന്നനാണെന്ന് അത് കാണുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു പറയണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫ്രീഡം. ആമേൻ. യേശു ക്രിസ്തുവിലെ നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് ആ ഫുൾനെസ്സിലൂടെ നമുക്കൊരു ഫ്രീഡം വരും. നിറവാണ്, എല്ലാം നിറയ്ക്കുന്ന നിറവാണ്. കാരണം തല ക്രിസ്തുവാണ്. തലയൊന്നും ഓടൽ വേറെയായിട്ട് വരത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തല കുഴപ്പമില്ല, ശരീരം. തല ബെറ്റർ ആണെങ്കിൽ ശരീരം അതുപോലെ. തല ക്രിസ്തുവാണ്. ആ ശരീരങ്ങളെ നമ്മളെ അങ്ങനെ തന്നെയാണ്, ആ നിറവിൽ തന്നെയാണ് ദൈവം നമ്മളെ. രോഗങ്ങളുണ്ടോ, പ്രതിസന്ധിയുണ്ടോ ഒക്കെ ശരിയാ. പക്ഷെ കർത്താവ് പറയുന്നു, കഷ്ടതയുണ്ട്, ചെന്നായ്ക്കളുടെ മുമ്പിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുക എന്ന് പറഞ്ഞാൽ, ഈ ചെന്നാ തൊടണമെങ്കിൽ മുകളിൽ നിന്ന് അനുവാദം വേണം. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ മുള്ളിൻ്റെ മേൽ നടക്കാനാണ് ദൈവം കുറവാണ്. ദൈവം പറയുന്നത്, നദികളിലൂടെ നീ പോകുമ്പോൾ, നീ തീയിലൂടെ പോകുമ്പോൾ ഈ നദി നിന്നെ കവിയത്തില്ല, തീ നിന്നെ ദഹിപ്പിക്കണം. മേളിൽ അതിൻ്റെ കൺട്രോൾ മുഴുവൻ. അങ്ങനെ തലയാ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ, വേദത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്ന പോലെ ജഡപ്രകാരം ചേർത്ത്, ജഡപ്രകാരം ജീവിച്ച്, ദൂതന്മാരെ ആരാധിച്ച്, പാരമ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നവരെ കുറിച്ചല്ല. യേശുവാകുന്ന തലയെ മുറുകെ പിടിച്ചുകൊണ്ട്, ക്രിസ്തു എന്തെല്ലാം ആയിരിക്കുന്നു ആ തലയെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ നിറവിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയും. അന്നേരം നമ്മൾ കർത്താവെ സഹിക്കാൻ വയ്യ എന്ന് ഈ വേഗം വരണമെന്നല്ല പറയുന്നത്. കർത്താവെ, പൗലോസ് പറഞ്ഞൊരു വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരാൻ കാംക്ഷയുണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ കഷ്ടത ഓർത്തല്ല താൻ പറഞ്ഞ് അവിടെ കണ്ട ആ ദൈവിക സന്തോഷം ഓർത്ത്. അങ്ങനെ വേണം. പല പാട്ടുകളും എനിക്ക് ദുഃഖം ഉണ്ടാക്കുന്ന പാട്ടുകളുണ്ട്. കർത്താവെ സഹിക്കാൻ വയ്യ, വേഗം വരണേ, താങ്ങാൻ വയ്യ, അങ്ങനെയൊന്നുമില്ല. അപ്പോസ്തലന്മാരൊന്നും അങ്ങനെ പാടിയിട്ടില്ല. നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് അവിടുത്തെ എത്തേണ്ട സന്തോഷം ഓർത്ത് വേണം. ഇവിടുത്തെ പ്രതിസന്ധി ഇവിടെ നമുക്ക് ജയിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ലോകത്തെ ജയിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും നാം പ്രത്യാശയിലും നിറവിലും, എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവ്, ആ നിറവിൽ ആരോഗ്യപരമായി എല്ലാം വചനപ്രകാരമായി സമ്പന്നരായി, വിശ്വാസപ്രകാരം സമ്പന്നരായി, പ്രത്യാശ സമ്പന്നരായി ജീവിക്കാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കല്ലേ. ആമേൻ.